Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 ESI മെഡിക്കൽ കോളേജുകളിൽ അതിനോടൊപ്പം ESI ഡെന്റൽ കോളേജുകളിൽ ESI നഴ്സിംഗ് ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഒരു കാൻഡിഡേറ്റിന് അഡ്മിഷൻ ലഭിക്കാൻ നമുക്കറിയാം ESI മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ESI IP വാർഡ് രജിസ്ട്രേഷനുള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ESI IC കോട്ടയിൽ ഒരു പേരൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ IP വാർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനുള്ള ആപ്ലിക്കേഷനാണ് മെയ് 29 മുമ്പായി പേരൻസും വിദ്യാർത്ഥിയും ചെയ്യേണ്ടത്. ഇങ്ങനെ 29 മുമ്പായി ESIയുടെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് ജൂൺ 1 ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന വിദ്യാർത്ഥികൾ അതിനുശേഷം MCCയുടെ സൈറ്റിൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മെ 2024 ഈ MBBSനും BDSനും BSc നഴ്സിങ്ങിനും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് എലിജിബിലിറ്റി നേടാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നമ്മളെ കൺസിഡർ ചെയ്യുകയും ചെയ്യുക. നമുക്കൊന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെ ESI മെഡിക്കൽ കോളേജുകളിലുള്ള ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 466 സീറ്റുകളാണുള്ളത്, 466 സീറ്റുകളാണുള്ളത്. BDSന് 28 സീറ്റുകളാണുള്ളത്. BSc നഴ്സിങ്ങിന് ടോട്ടൽ 60 സീറ്റുകളാണുള്ളത്. ഈ ESI മെഡിക്കൽ കോളേജുകളുടെ ഈ സീറ്റുകളിലേക്ക് ESI കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരൻസിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ആ വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 2024 നീറ്റ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കണം. അതിനോടൊപ്പം നമുക്ക് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ആ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് 2024 മെയ് 29 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ESI നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കാർഡുകളും ഒക്കെ വെച്ചുകൊണ്ട് ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനായി 29 മുമ്പായി ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റായ esic.gov.in എന്ന വെബ്സൈറ്റിലൂടെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 മുമ്പായിട്ട് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കറിയാം ജൂൺ 4 കഴിയുമ്പോഴാണ് നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അതിന് മുമ്പായി ഈ IP വാർഡ് സർട്ടിഫിക്കറ്റ് നാം കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. ഇനി ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അതിനുശേഷം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ MCCയുടെ വെബ്സൈറ്റിൽ നാം അപ്ലോഡ് ചെയ്യുകയും വേണം. അങ്ങനെ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നാം ESI മെഡിക്കൽ കോളേജുകളിൽ റിസർവേഷനോടുകൂടി പഠിക്കാനുള്ള ആ ഒരു സീറ്റിലേക്ക് പഠിക്കാനുള്ള എലിജിബിലിറ്റി ഈ കാൻഡിഡേറ്റിന് ലഭിക്കുന്നത്. അങ്ങനെ എലിജിബിലിറ്റി ഈ MCCയുടെ സൈറ്റിലേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നമുക്ക് എലിജിബിലിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാമിനേഷൻ്റെ 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം MBBSൻ്റെയും BDSൻ്റെയും അതുപോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് തുടങ്ങുമ്പോൾ നമ്മുടെ എലിജിബിലിറ്റി അവിടെ ഡിസ്പ്ലേയിൽ വരും. നമുക്കതിനെ ബേസ് ചെയ്തിട്ട് ESI കോളേജുകളുടെ സീറ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മളൊരു നീറ്റ് എക്സാമിനേഷൻ എഴുതി എത്ര ഉയർന്ന മാർക്കിലേക്ക് നമുക്കറിയാം എലിജിബിലിറ്റി ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ MBBSനും BDSനും BSc നഴ്സിനും ഒക്കെ ESI മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും നഴ്സിങ്ങിനും ഒക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ മാർക്കും അതുപോലെ ഏറ്റവും ഉയർന്ന ഒരു മാർക്കിലേക്ക് എത്തണം. അപ്പോൾ ആ ഏറ്റവും നല്ല ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതി നല്ല മാർക്കുകൾ സ്കോർ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ESI IP വാർഡ് സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ESIയുടെ രജിസ്ട്രേഷനും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട വിശദ വിവരങ്ങളെല്ലാം തന്നെ ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ESI കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ എംപ്ലോയീസും ഈ ഫോർമാലിറ്റീസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മെയ് 29 മുമ്പായി സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യാനും ആ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 2024 നീറ്റ് എക്സാമിനേഷനിലൂടെ എലിജിബിലിറ്റി നേടുന്നതിനോടൊപ്പം 2024 ഏപ്രിൽ 10 21 ഏജിൽ എബവ് ആകുന്ന ഒരു മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാനും സാധിക്കില്ല. ഇതിനോടൊപ്പം പെൺകുട്ടികളെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏജ് ബാർ ബാധകമാകുന്നില്ല. പക്ഷേ ബോയ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഏജിൻ്റെ കാറ്റഗറിയും കൃത്യമായിട്ട് തന്നെ ESIയുടെ വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി വേണം നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ.
ഇനി ESI മെഡിക്കൽ കോളേജുകളുടെ ക്യാമ്പസിലെ ഫീസ് എന്ന് പറയുന്നതും റീസണബിൾ ആണ്. നമുക്കൊരു MBBSനും BDSനും പഠിക്കണമെന്നുണ്ടെങ്കിൽ 24,000 റുപ്പീസ് മാത്രമാണ് ഫീസ് വരിക. BSc നഴ്സിംഗിനാണെങ്കിൽ 10,000 റുപ്പീസ് മാത്രമാണ് ഫീസ് വരുന്നത്. ഇതിനോടൊപ്പം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ വിശദമായിട്ട് മനസ്സിലാക്കാൻ ESI കോർപ്പറേഷന്റെ വെബ്സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇതിനോടൊപ്പം കാൻഡിഡേറ്റ്സും പേരൻസും നിർബന്ധമായും ചെയ്യുക. നമുക്കൊരിക്കൽ കൂടി നോക്കാം. മെയ് 29 മുമ്പായി ESI IP വാർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായും അപ്ലൈ ചെയ്യുക. ജൂൺ 1 സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ഈ മെഡിക്കൽ സെക്ടറിലെ ഈ 2024 നീറ്റ് എക്സാമിനേഷൻ എഴുതി ESI മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായ ഈ പ്രൊസീജിയറുകളിലൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി എൻട്രൻസ് മേഖലയിലെ പുതിയൊരു കോഴ്സും പുതിയൊരു സാധ്യതയുമായി പുതിയ ന്യൂസുമായി വീണ്ടും ആൽഫയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഇത് നമുക്കറിയാം, ഈ ESI മെഡിക്കൽ കോളേജുകൾ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുഴുവനുള്ള MBBSന്റെയും BDSും ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ വരുന്ന മുഴുവൻ കോഴ്സുകളിലേക്കും അതുപോലെ AFMCയുടെ ക്യാമ്പസുകളിലേക്കും ജിപ്മറും എയിംസും എല്ലാം നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഈ നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കിലൂടെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്നതിലൂടെയാണ്. അവിടെയാണ് 10ാം ക്ലാസ് കഴിയുമ്പോഴേ നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കുന്നതിലൂടെ സ്ട്രെസ് ഫ്രീ ആയി ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് ഇതുപോലെ മികച്ച ക്യാമ്പസുകളിലൊക്കെ എത്താൻ സാധിക്കുക. ഇനി അത് സാധിക്കാത്തവർക്ക് ലോങ് ടൈം കോച്ചിങ്ങോ റിപ്പീറ്റർ ബാച്ചിലൂടെ ഒക്കെ പഠിച്ചും ഇതേപോലെ ഡെസിഗ്നേഷനിലേക്ക് എത്താം. ഇനി ഇതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠിച്ച് മാർക്ക് വാങ്ങുന്നതിനോടൊപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനിലും അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലും കൃത്യമായിട്ട് പങ്കെടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഏറ്റവും നല്ല ഒരു വിജയത്തിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക്കായ അപ്രോച്ചാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വിജയത്തിനായി നാം എന്ത് ചെയ്യണം, അതിന് ഏറ്റവും നല്ല കെയർ നമുക്ക് ആരാ തരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പുതിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അവരെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ 24 ഇയേഴ്സായി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒപ്പം കൂടെ നിൽക്കുന്ന ആൽഫ അക്കാഡമി ഈ വർഷവും നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ എന്നും നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.